ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ എന്താ പറയാ, എനിക്ക് അങ്ങോട്ട് കണ്ണ് നിറഞ്ഞു. ആ ബോഗിയിലേക്ക്, ആ ട്രെയിനിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗ് തുറന്ന് നല്ല വസ്ത്രങ്ങളുണ്ട്, നമുക്ക് നെറ്റ് ഉണ്ട്, വീഡിയോ കാണാനും പഠിക്കാനും ഒക്കെ മൊബൈലുകളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബോട്ടണി ചാപ്റ്ററും ഒന്നുമല്ല ഡിസ്കസ് ചെയ്യുന്ന കേട്ടോ മക്കളെ. ഞാൻ ഇന്നലെ ഒരു ട്രെയിൻ യാത്ര നടത്തി. എനിക്ക് ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളും ഒക്കെ നിറഞ്ഞൊരു ട്രെയിൻ യാത്രയായിരുന്നു ഇന്നലെ. അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ്. അഖിൽ സാറിനെ സംബന്ധിച്ച്, അഖിൽ എന്ന ഈ പറയുന്ന വ്യക്തി ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇപ്പം കുറെ നാളായിട്ട് ലൈവുകളൊക്കെ എടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ പേഴ്സണലി ഉള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ കാരണം ഒരുപാട് വിഷമമുള്ള ഒരു കാലഘട്ടമാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കണ്ണ് നിറയും. മൊബൈൽ നോക്കി കുറെ റീല് കാണും, പിന്നെ മൊബൈൽ താത്തു വെക്കും, പിന്നെ ഇരുന്ന് ഇങ്ങനെ വിഷമിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് നിന്ന് എൻ്റെ വീട് പട്ടാമ്പിക്ക് ട്രെയിൻ കയറി പോവാൻ മക്കളെ. എനിക്ക് കിട്ടിയത് ഒരു വിൻഡോ സീറ്റാണ് ട്രെയിനിൽ കിട്ടിയത്. വിൻഡോ സീറ്റ് എന്ന് പറയുമ്പോൾ കുറേ എന്താ പറയാ, ഓർമ്മകൾ എടുത്ത് ഓർമ്മിച്ച് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാൻ പറ്റിയ ഒരു സീറ്റാണ്. ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്, ഒരുപാട് ചിത്രങ്ങൾ പുറത്തോടെ ഇങ്ങനെ കാണാം ജനാലയിലൂടെ. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ എന്താ പറയാ, എനിക്ക് അങ്ങോട്ട് കണ്ണ് നിറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സൈഡിലേക്ക് തലചരിച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കരയാണ്. എന്റെ തൊട്ടപ്പുറത്ത് ഒരു ഫാമിലി ഉണ്ട്, അതിലൊരു കൊച്ചുകുട്ടി ഉണ്ട്, അതിനെ ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നുണ്ട്. എനിക്കാണ് അതിന് ആ മോളെ ശ്രദ്ധിക്കാൻ പോലും പറ്റണില്ല. കാരണം ഞാൻ തിരിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞ എല്ലാവരും കാണുമല്ലോ എന്ന ടെൻഷനിൽ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചേയില്ല. ഞാൻ എപ്പോഴും പടച്ചനോട് പറയാറുണ്ട്, ദൈവത്തോട് പറയാറുണ്ട്, ഈ കുഞ്ഞിലെ മുതലേ ഉള്ള പ്രയാസങ്ങളാണ് എൻ്റെ ലൈഫിൽ. എന്തിനാ ദൈവമേ എപ്പോഴും എന്നെ ഇരയാക്കുന്നത്, എന്തിനാണ് എല്ലാ പ്രയാസങ്ങളും എനിക്ക് മാത്രം തരുന്നത് എന്ന് എപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് മക്കളെ ഞാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ആ ബോഗിയിലേക്ക്, ആ ട്രെയിനിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. കീറി പറഞ്ഞ ഒരു ഷർട്ടുമിട്ട്, ഒരു മുണ്ട് കൊടുത്ത്, വള്ളികൾ പൊട്ടിയ ചെരുപ്പുമായിട്ട് ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗ് തുറന്ന് ആ ബാഗിൽ ഉണ്ടായിരുന്നത് കുറെ മാസ്കുകളാണ്. അദ്ദേഹം അത് വിൽപ്പനയ്ക്ക് വന്നാണ്, വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ആ ട്രെയിനിൽ കയറിയത്. നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്, ഈ കടൽ വിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്, കുട്ടികൾക്ക് പഠിക്കാനുള്ള ചെറിയ കളർ പുസ്തകങ്ങൾ വിൽക്കുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ട്രെയിനിൽ. ആദ്യമായിട്ടാണ് ഞാൻ മാസ്ക് വിൽക്കുന്ന ഒരാളെ കാണുന്നത്. 5 രൂപയാണ് ആ മാസ്കിന്റെ വില. മൂപ്പരാണ് ആ 5 രൂപയ്ക്ക് വേണ്ടി ആ ബോഗിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ദൈവത്തെ പോലെ കണ്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വാങ്ങിക്കോ ചോദിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അപ്പം കുറെ പേര് മൊബൈലിൽ റീല് കാണുന്നുണ്ട്, മൂപ്പര് ചോദിക്കുന്നൊന്നും മൈൻഡ് ആക്കുന്നില്ല. കുറെ പേരുണ്ട് ഫോണിലൊക്കെ വിളിക്കുന്നുണ്ട്, മൂപ്പര് ഓരോരുത്തരത്ത് പോയി കെഞ്ചുന്നുണ്ട്, വാങ്ങിച്ചോ എന്ന് പറഞ്ഞ്. ചിലർ വാങ്ങിക്കുന്നുണ്ട്, ഞാനും വാങ്ങിച്ചിരുന്നു മക്കളെ മൂപ്പര കയ്യിൽ. കുറെ വാങ്ങിക്കുന്നവരാണ് കുറവാണ്, 1-2 പേരൊക്കെ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. മൂപ്പര് ബാക്കിലേക്ക് പോയി കുറച്ചു നേരം കഴിഞ്ഞ് നേരെ വന്ന് ഞാനിരിക്കുന്ന സീറ്റിന് അങ്ങ് അറ്റത്തിരുന്നിട്ട് മൂപ്പർക്ക് ഇന്ന് കിട്ടിയ പൈസ ആണെന്ന് തോന്നുന്നു. മൂപ്പര് 10-20 നോട്ടുകൾ മാത്രമുള്ള ഒരു പൈസ ഇങ്ങനെ എണ്ണുന്നുണ്ട്. 10-20 നോട്ടുകൾ മാത്രമേ അതിലുള്ളൂ, വലിയ പൈസ ഒന്നും അതിനകത്തില്ല. മൂപ്പർ എന്നിട്ട് നേരെ ഒരു പ്ലാസ്റ്റിക് കൂടിലാക്കി അത് പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. കാല് വയ്യാത്തൊരു മനുഷ്യനാണ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായത്. ഡ്രസ്സുമൊക്കെ പോട്ടെ, അവർക്ക് കാല് വയ്യ, നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അംഗവൈകല്യമുള്ള വ്യക്തിയാണ്. പള്ളിപ്പുറം എന്ന് പറഞ്ഞൊരു ശേഷം വന്നപ്പോൾ മൂപ്പര് ഇറങ്ങി പോകുന്നുണ്ട്. ഞാൻ ആ മൊമെന്റ് ചിന്തിച്ചൊരു കാര്യമുണ്ട്, ദൈവത്തിനോട് അതിന് മുമ്പ് വരെ എന്താ ദൈവമേ എനിക്ക് മാത്രം ഈ പ്രയാസങ്ങൾ തരുന്നേ എന്ന് ചിന്തിച്ച ഒരാളായിരുന്നു ഞാനത് കണ്ടപ്പോൾ ആ മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് മക്കളെ. കാലുകൾ വയ്യ, വൃത്തിയുള്ളൊരു കുപ്പായം പോലും ഇല്ല, ഒരു മാസ്ക് വിറ്റ് കിട്ടുന്ന 5 രൂപയ്ക്ക് വേണ്ടി എല്ലായിടത്തും മൂപ്പര് കെഞ്ചുകയാണ്. തോറ്റു കൊടുക്കാൻ മൂപ്പര് ഒരിക്കലും തയ്യാറാകാത്ത ഒരു മനസ്സുമായിട്ട് വരുന്ന ഒരു മനുഷ്യൻ. അടുത്ത ട്രെയിൻ നോക്കി മൂപ്പര് പോയിട്ടുണ്ട്. മനുഷ്യന്മാരിങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റവും വലുതാണെന്ന് കരുതി നമ്മൾ പടച്ചവനോട് കുറ്റം പറയുമ്പോൾ ഉണ്ടല്ലോടാ, നമ്മളെക്കാളും പരിതാപകരമായ അവസ്ഥയിലും ജീവിക്കുന്നവരുണ്ട്. നമുക്ക് ഇടാൻ എന്തുണ്ട്, ഡ്രസ്സ് ഉണ്ട്, നല്ല വസ്ത്രങ്ങളുണ്ട്, നമുക്ക് നെറ്റ് ഉണ്ട്, വീഡിയോ കാണാനും പഠിക്കാനും ഒക്കെ മൊബൈലുകളുണ്ട്. ഇതൊക്കെ സത്യത്തിൽ നമുക്ക് വലിയ സാധനമാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇതുപോലും ഇല്ലാതെ കിട്ടിയ ജീവിതത്തെ പഴിക്കാതെ ജീവിച്ചു തീർക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഞാൻ എപ്പോഴും ഒരു കർച്ചീഫ് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. കാരണം ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. ചിലതൊക്കെ ആലോചിച്ച് വീണ്ടും കണ്ണ് നിറയുന്ന ഒരാളാണ്. അപ്പം ഞാൻ എന്തേലുള്ള കർച്ചീഫ് കൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കണ്ണ് തുടയ്ക്കലാണ് പതിവ്. ഞാൻ ഇന്ന കർച്ചീഫ് എടുത്തിട്ടില്ല മക്കളെ. എനിക്കത് മനസ്സിലായത്, നമ്മളെക്കാൾ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇത്രയും നേരം ദൈവത്തോട് എനിക്ക് മാത്രം എന്താ ഈ പ്രയാസം തരുന്നത് എന്ന് കുറ്റപ്പെടുത്തി ഞാൻ പിന്നീട് ചിന്തിച്ചു, സത്യത്തിൽ ഞാനാണോ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർ? നമ്മളെക്കാൾ എത്രയോ വലിയ ആൾക്കാരുണ്ടാണ്. ഒരു വീടില്ലാതെ, നാടില്ലാതെ, മാതാപിതാക്കൾ പോലും അറിയാത്ത എത്ര കുട്ടികളുണ്ട് ഈ തെരുവിലൂടെ നടക്കുന്നവര്. എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ മരിച്ചപ്പം ഞാൻ കണ്ണൂർ പോയിരുന്നു. ഒരു ബേക്കറി കടയിൽ നിന്ന് ഞാൻ ഫുഡ് വാങ്ങിച്ച് കഴിക്കാം. ഒരു കുട്ടി, അവർ ആന്ധ്രയിൽ നിന്ന് എന്തോ വന്നതാണ്, ഒരു ചേച്ചിയുണ്ട്, ഒരു അനിയനുണ്ട്. ആ അനിയൻ കുട്ടി വന്ന് എൻ്റെ ഡ്രസ്സിൽ ഇങ്ങനെ താഴേക്ക് വലിക്കുന്നുണ്ട്.
എന്തെങ്കിലും വാങ്ങിത്തരുമോ ചോദിച്ചു. ഞാൻ ഒരു ബിസ്ക്കറ്റ് കവർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ജീവിതമൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒന്നുമല്ല മക്കളെ. ഞാൻ നേരെ കണ്ണൊക്കെ തുടച്ച് എൻ്റെ നേരെ പട്ടാമ്പി വന്നു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ എത്തിയപ്പം എൻ്റെ തൊട്ടടുത്ത കുട്ടി ഇരിപ്പുണ്ടല്ലോ, ഞാൻ അതിൻ്റെ കവിളത്തൊന്ന് തലോടി, നേരെ ഒന്ന് തലയിൽ ഒക്കെ ഒന്ന് തലോടി ഞാൻ നേരെ ഇറങ്ങിപ്പോയി. നേരെ വീട്ടിലെത്തി കഴിഞ്ഞ് അമ്മ ചോദിച്ചാൽ എൻ്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കണേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ, ഞാൻ ഇവിടെ ഇതൊക്കെ പറഞ്ഞു, ഞാൻ ഇവിടെ എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ +2 പഠിക്കുന്ന സമയത്ത്, ഞാൻ +2 പഠിച്ച് ഞാൻ ബസ് കയറാൻ നിൽക്കുന്ന അതേ സ്ഥലത്ത് അച്ഛൻ ലോട്ടറി വിൽക്കാം. എൻ്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വന്നത്. മൂപ്പർ 5 രൂപ എൻ്റെ ലോട്ടറിക്ക് വേണ്ടി ഓരോരുത്തോട് കെഞ്ചുമ്പോഴും ഒരു വെയിലത്ത് ഒരു ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന 7 രൂപയ്ക്ക് വേണ്ടി ഒരാൾക്കാരോട് വേണോ ചോദിക്കുന്ന എൻ്റെ അച്ഛനെ ഓർമ്മ വന്നത്. അച്ഛന് ഇതേ ഒരു സ്വഭാവമുണ്ട്. എന്നും വൈകുന്നേരം രാത്രി മാത്രമേ അച്ഛനെ കാണുള്ളൂ. ഞാൻ എണീക്കുന്നതിന് മുമ്പ് അച്ഛൻ ലോട്ടറി കച്ചവടത്തിന് പോകും. നേരെ അച്ഛൻ കിട്ടിയ പൈസ എല്ലാം കൂടെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എനിക്കതാണ് ഓർമ്മ വന്നത് ജീവിതത്തിൽ. അതാണ് ഞാൻ ഇന്നലത്തെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നിറഞ്ഞ, ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്ന എൻ്റെ ഏറ്റവും നല്ലൊരു യാത്ര, ഒരു ട്രെയിൻ യാത്ര. ഓക്കെ, നമുക്കെല്ലാം ഉണ്ട്. സത്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ വലുതാണെന്ന് കരുതുന്ന മക്കളെ, നമ്മളെക്കാളും താഴെയുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മൾ പടച്ചവനോട് കുറ്റം പറയുമ്പോഴും അവരാരോടും കുറ്റം പറയാതെ കിട്ടിയ ജീവിതത്തെ ജീവിച്ച് തീർക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇതെന്താ നിങ്ങളടുത്ത് പറയാൻ കരുതിയെന്ന് ചോദിച്ചാൽ, മക്കളെ പഠിച്ചോളുക. നമുക്ക് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് നല്ല ജീവിതം കിട്ടിയിട്ടുണ്ട് മക്കളെ, പടച്ചവൻ തന്നിട്ടുണ്ട്. കിട്ടിയ ജീവിതത്തെ ഒന്നും പഴിക്കാതെ ഉള്ളതൊക്കെ വെച്ച് എൻ്റെ മാക്സിമം എൻ്റെ മക്കൾ പഠിക്കുക, നന്നായി എഴുതുക. എൻ്റെ ഉള്ളിലെ വിഷമം എന്താണെന്നായിരിക്കും പലരുടെ ഉള്ളിൽ ചിന്തിക്കുന്നത്. ആ വിഷമം എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. ആ വിഷമം ഞാൻ പുറത്ത് കാണിക്കാത്തതാണ്. പോട്ടെ, ഞാൻ ചില ലൈവുകളൊക്കെ എടുക്കുമ്പം എൻ്റെ ഉള്ളിൽ ആ വിഷമം കയറി വരും. ആ കയറി വരുമ്പോഴും ഞാൻ ലൈവ് എടുക്കുന്നതാണ്. ഞാൻ ഈ ടീച്ചിങ് എന്നെ അങ്ങ് മറന്ന് കളയിക്കുകയാണ് പല സങ്കടങ്ങളും. എനിക്ക് ആ ഇൻസിഡന്റ് എൻ്റെ മനസ്സിലുണ്ടായിട്ട് കുറച്ച് ദിവസങ്ങളായി. എനിക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് ഏറ്റിരുന്നു. അപ്പോൾ എൻ്റെ വിഷമമുള്ള കാരണം ഞാൻ ഓഫ്ലൈൻ ക്ലാസ് ഏറ്റു. ഇവിടെ ഓൺലൈൻ ക്ലാസ്സും കുറേ റെക്കോർഡിംഗ് ഒക്കെ ഏറ്റിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം എല്ലായിടത്തും അത് ക്യാൻസൽ ആക്കാൻ നോക്കി ഡേറ്റ്. പക്ഷേ ചില ഓഫ്ലൈൻ ക്ലാസ് എനിക്ക് ക്യാൻസൽ ആക്കാൻ പറ്റിയില്ല. മൂപ്പർക്ക് ആ സ്ഥാപനത്തിന് ഓഫ്ലൈൻ ക്ലാസ് ക്യാൻസൽ ആക്കാൻ പറ്റിയില്ല. ഞാനിപ്പം വിഷമിച്ച് ചെറുതായിട്ട് ഇന്ന് മിക്കവാറും എൻ്റെ ക്ലാസ് പോകും എന്ന് കരുതിയാണ് ഞാൻ നേരെ ആ ഓഫ്ലൈൻ ക്ലാസ്സിൽ കയറുന്നത്. ആ ഓഫ്ലൈൻ ക്ലാസ്സിന്റെ പടിവാതിൽ വരെ എൻ്റെ ഉള്ളിൽ എരിയുന്ന ആ സങ്കടം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു മക്കളെ. ഓഫ്ലൈൻ ക്ലാസ്സിൽ കയറി ആ മക്കളൊക്കെ എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു, സാർ സുഖമല്ലേ എന്നൊക്കെ കുറേ കുട്ടികൾ ചോദിച്ചപ്പം ഞാൻ തന്നെ ടീച്ചിങ്ങിന്റെ ലോകത്തേക്ക് അങ്ങ് മാറി. ഒരു ടീച്ചർ, എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സങ്കടങ്ങളും അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ പ്രയാസങ്ങളും എനിക്ക് ഒന്നും അല്ലാണ്ടായി. ഞാൻ അവരോട് പഴയ ഒരു അഖിൽ സാർ എന്ന രീതിയിൽ പഴയ എനർജിയോട് തന്നെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം നിറഞ്ഞ ഈ മൊമെന്റിലും എനിക്ക് സന്തോഷം തരുന്നത് ടീച്ചിങ്ങാണ്. അതുകൊണ്ടാണ് ഡോക്ടർ എന്ന പ്രൊഫഷനിലുപരി മക്കളെ ഞാൻ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനെ സ്നേഹിക്കാൻ കാരണം. എനിക്കെല്ലാം തന്നത്, 0-ൽ നിന്ന് തുടങ്ങിയ അഖിൽ സാറിനെ ഹീറോ ആക്കിയത് ടീച്ചിങ് ആണ്. മരിക്കുന്നവരെ പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ ഒപ്പം ചെറുതായിട്ട് ഡോക്ടർ പ്രൊഫഷനെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതൊക്കെ പോട്ടെ, അതിൻ്റെ ഒരു ലൈഫാണ്. മക്കളെ പഠിക്കുക. നമുക്ക് കിട്ടിയ ജീവിതത്തെ ഒരുപാട് നല്ല സൗഭാഗ്യങ്ങളുണ്ട്. ബാക്കിയുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. നമ്മുടെ ചുറ്റിനും എത്ര നല്ല മനുഷ്യന്മാർ, എത്ര പാവപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവർ ജീവിക്കുന്നില്ലേ? നമുക്ക് പഠിക്കണം, നല്ല നിലയിലെത്തണം, നല്ലപോലെ പഠിക്കുക, നല്ലപോലെ എവിടെങ്കിലൊക്കെ എത്തിപ്പെടുക.